കോഴിക്കോട് കോർപ്പറേഷനിൽ വോട്ടർ പട്ടികയിലില്ലാത്ത ഒരാളെ സ്ഥാനാർത്ഥി പട്ടികയിൽ വരും എന്ന സർപ്രൈസാണ് കോൺഗ്രസ് ഉദ്ദേശിച്ചെന്നുള്ളത് വ്യക്തമായി. കോഴിക്കോട് കോർപ്പറേഷൻ വാർഡുകളിലേക്കുള്ള LDFിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനമൊക്കെ പൂർത്തിയായി കഴിഞ്ഞു. CP മുസാഫർ അഹമ്മദാണ് നമ്മുടെ കൂടെയുള്ളത്. ഇത്തവണ എന്തൊക്കെയാണ് വിജയപ്രതീക്ഷകൾ? എന്തൊക്കെയാണ്? ഇത്തവണ ശുഭപ്രതീക്ഷയാണ്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിനേക്കാളും കോഴിക്കോട് കോർപ്പറേഷനിലെ LDFിനെ സംബന്ധിച്ചുള്ള പുതിയ ഓരോ ദിവസവും പിന്നിടുമ്പോഴും അത് ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് വാർത്തകൾ. ഇത്തവണ ഈ കോൺഗ്രസ് ഈ കോർപ്പറേഷൻ തിരിച്ചു പിടിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയോടെ ആയിരുന്നു ഇറങ്ങിയത്. പക്ഷേ അവർ മുൻനിർത്തിയ ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥിക്ക് തന്നെ ഒരു കടുംവെട്ട് വന്നിരിക്കുന്നു, മുന്നിലൊരു പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നു. അത് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇപ്പോൾ എനിക്ക് വാർത്തകളെല്ലാം വന്നപ്പോൾ സർപ്രൈസ് ആയിരിക്കും സ്ഥാനാർത്ഥി പട്ടിക വരുന്നതോടുകൂടി എന്ന് പറഞ്ഞത് ഇതാണ് എന്നിപ്പോൾ മനസ്സിലായത്. സർപ്രൈസാണുള്ള വാർത്ത. അപ്പോൾ കോഴിക്കോട് കോർപ്പറേഷനിൽ വോട്ടർ പട്ടികയിലില്ലാത്ത ഒരാളെ സ്ഥാനാർത്ഥി പട്ടികയിൽ വരും എന്ന സർപ്രൈസാണ് കോൺഗ്രസ് ഉദ്ദേശിച്ചെന്നുള്ളത് വ്യക്തമായി. ഈ VM വിനു വോട്ട് എങ്ങനെയാണ് തള്ളിപ്പോയതെന്ന് അറിയില്ല. കഴിഞ്ഞ തവണയും വോട്ട് ചെയ്തിരുന്നു എന്ന് പറയുന്നു. ഇത് CPMൻ്റെ ഒരു വോട്ട് ചോരിയാണ് എന്നുള്ള തരത്തിലൊക്കെ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് പ്രതികരണങ്ങൾ വരുന്നുണ്ട്. അയ്യോ, അതൊരു തമാശയായിട്ട് മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ കാണുന്നതാണ് മനസ്സിലാക്കുക. എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് അത് പൊതുസമൂഹത്തിന് അംഗീകരിക്കാൻ പറ്റുമോ? വോട്ടർ പട്ടികയുടെ പ്രോസസ്സ് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏകദേശം ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം 6-ാം മാസം ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ നടപടിക്രമങ്ങളനുസരിച്ച് പൂർത്തീകരിച്ച് അന്തിമ പട്ടിക പ്രസിദ്ധീകരിച്ച് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്ന് നോമിനേഷൻ സമർപ്പണം ആരംഭിച്ച് നോമിനേഷൻ്റെ ഭാഗമായി UDF സ്ഥാനാർത്ഥി പട്ടികയും സർപ്രൈസായി പ്രഖ്യാപിച്ചു. എന്നിട്ട് പട്ടികയിൽ പേരില്ല, ഗൂഢാലോചന എന്ന് പറയുമ്പോൾ സ്ഥാനാർത്ഥി പട്ടിക വന്നതിന് ശേഷം ഏതെങ്കിലും തരത്തിൽ കൃത്രിമമായി ഇദ്ദേഹത്തിൻ്റെ പേര് ഒഴിവാക്കിയതാണോ? അങ്ങനെ ഓരോ ആരോപണവും കോൺഗ്രസിന് ഉന്നയിക്കാം. ഒരു വസ്തുതയുമില്ലാത്ത ആരോപണം ഉന്നയിക്കാൻ പറ്റില്ലല്ലോ. അവർ ശ്രദ്ധിച്ചില്ല വോട്ടുണ്ടോ എന്ന് നോക്കാതെ കാര്യങ്ങളായി മുന്നോട്ട് പോയി. അതിൻ്റെ ഉത്തരവാദിത്വം അവരുടെ താഴെയുള്ള പ്രവർത്തകർ തൊട്ട് അവരുടെ നേതൃത്വമാണ് അദ്ദേഹത്തോടും ആളുകളോടും വിശദീകരിക്കേണ്ടത്. എന്താണ് കോൺഗ്രസിന് കോഴിക്കോട്ട് പറ്റിയത് എന്നറിയില്ല. ഏതായാലും അടിതെറ്റി കഴിഞ്ഞിരിക്കുകയാണ് കോഴിക്കോട്ടെ. ഇത് തിരിച്ചടിയാവോ? തീർച്ചയായും ഒരു തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് കോർപ്പറേഷൻ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ അത് വെച്ച് വോട്ട് പിടിച്ച് ജനങ്ങളിലേക്ക് പോയി കൂടുതൽ ശക്തമായി തിരിച്ചു വരാനുള്ള പ്രവർത്തനങ്ങളിലേക്ക് LDF പോകുമ്പോൾ ഇവിടെ UDF പിടിക്കും എന്ന് ദിവാസ്വപ്നം കണ്ട് പ്രഖ്യാപിക്കപ്പെട്ട് ഉന്നതരായ കോൺഗ്രസ് നേതാക്കളെയൊക്കെ മാറ്റി നിർത്തി മേയർ സ്ഥാനാർത്ഥി എന്നൊക്കെ പറഞ്ഞ് പ്രഖ്യാപിച്ച് മുന്നോട്ട് വന്ന ആൾക്ക് വോട്ടില്ലാത്തത് സംബന്ധിച്ച് കോൺഗ്രസ്സിന് തിരിച്ചടി തന്നെയല്ലേ? അതിൻ്റെ അകത്തെ നേതൃത്വത്തിനിടയിലും സാധാരണ പ്രവർത്തകർക്കിടയിലും കടുത്ത അമർഷമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. LDFന് ഇത് ഗുണം ചെയ്യുന്നതായിരുന്നു. ഈ LDFനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ഥാനാർത്ഥിത്വം വരുന്നതോട് ദോഷം, അത് പോകുന്നതോടെ ഏതെങ്കിലും വ്യക്തികൾ UDFൻ്റെ ഭാഗമായി മത്സരിക്കുന്നു എന്നുള്ളതല്ല LDFൻ്റെ വിജയസാധ്യത. LDF വ്യക്തികളായല്ല മത്സരിക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ LDF ഉയർത്തിപ്പിടിച്ച രാഷ്ട്രീയവും വികസനപരമായ നയങ്ങൾ ജനങ്ങളിലെത്തിച്ച് വോട്ട് പിടിക്കാൻ നിർത്തിയിരിക്കുന്ന LDFൻ്റെ ഓരോ സ്ഥാനാർത്ഥികളെയും ഇതെല്ലാം പറഞ്ഞ് അപ്പുറം നിർത്തുന്ന സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചുള്ള കാര്യങ്ങളല്ല LDF ഉയർത്തുന്ന പ്രശ്നങ്ങൾ. LDF രാഷ്ട്രീയവും ഭരണപരവും വികസനപരമായ കാര്യങ്ങൾ വെച്ച് മുന്നേറിയ കോഴിക്കോടിനെ കൂടുതൽ മുന്നേറ്റങ്ങളിലേക്ക് കൊണ്ടുപോകാനുള്ള ഓരോ കാര്യങ്ങളും പറഞ്ഞാണ് ആത്മവിശ്വാസത്തോടെ കോഴിക്കോട്ടും കേരളത്തിലും പോകാനായി പോകുന്നത്. എന്തായാലും ശുഭപ്രതീക്ഷയിൽ തന്നെയാണ് കോഴിക്കോട് LDFും ഉള്ളത്. സ്ഥാനാർത്ഥികളൊക്കെ നിർണയിച്ചു കഴിഞ്ഞു. എല്ലാവരും ശക്തരാണ്. വികസനം പറഞ്ഞു തന്നെയാണ് ഇത്തവണയും ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്നത് എന്ന് തന്നെയാണ് LDFിൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന പ്രതികരണം. ഷബീർ കല്ലീലിനൊപ്പം ദൃശ്യ പുതിയ മീഡിയ 1 കോഴിക്കോട്.